അഡ്വക്കേറ്റ് കെ സരൺകുമാർ, സർക്കാരിനും പാർട്ടിക്കും ഏറ്റ തിരിച്ചടിയായി പെരിയ കൊലക്കേസ് വിധിയെ നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? കാരണം നേരത്തെ CPM നേതാവിന്റെ മൊഴി വേദവാക്യം എടുത്തിട്ടാണോ അന്വേഷണം നടത്തിയത്? ക്രൈംബ്രാഞ്ച് എന്നൊരു പരാമർശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടത്തി. പിന്നീട് ഡിവിഷൻ ബെഞ്ചിലേക്ക് നിങ്ങൾ പോകുന്നു. അവിടെ നിന്നും അനുകൂലമായ വിധി ഉണ്ടാകുന്നില്ല. പിന്നീട് CBI അന്വേഷണത്തിലെ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടും അവിടെയും തിരിച്ചടിയായിരുന്നല്ലോ. ഇപ്പോൾ ഈ വിധിയെ നിങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയായി നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? ഈ സംഭവം ഉണ്ടായത് 2019 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ്. അന്ന് തന്നെ ക്രൈം രജിസ്റ്റർ ചെയ്തു. പിറ്റേ ദിവസം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീമിനെ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിച്ചു. സമയബന്ധിതമായി തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. അന്വേഷണം പൂർത്തീകരിച്ചു. മുഴുവൻ പ്രതികളെയും പിടിച്ചു. 14 പ്രതികളെയാണ് ക്രൈംബ്രാഞ്ച് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി പ്രതിപട്ടിക കൊടുത്തത്, കുറ്റപത്രം കൊടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ഇന്നുവരെ പുറം ലോകം കണ്ടിട്ടില്ല. കഴിഞ്ഞ 6 കൊല്ലമായി അണ്ടർ ട്രയൽ പ്രസണറായിട്ട് ഉള്ളിൽ കിടക്കുകയാണ്. ഈ സമയത്താണ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ CBI ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന രൂപത്തിൽ തന്നെ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കേസ് വന്നത്. സിംഗിൾ ബെഞ്ച് ആ കുറ്റപത്രം റദ്ദാക്കി. അതിനുശേഷം CBI എൻക്വയറിക്ക് ഓർഡർ ഇട്ടു. ഒരിക്കലും ഒരു കേസിന്റെ കുറ്റപത്രം റദ്ദാക്കുന്ന സാഹചര്യം, അതും കൊലപാതക കേസിലെ കുറ്റപത്രം റദ്ദാക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ തുടരന്വേഷണം നടത്തണം എന്ന് പറയാറുണ്ട്, ഇന്ന ആസ്പെക്ട് അന്വേഷിക്കണം എന്ന് പറയാറുണ്ട്. കുറ്റപത്രം റദ്ദാക്കിയതിനെതിരെ, ആ റദ്ദാക്കി CBIക്ക് വിട്ടതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ച് ചലഞ്ച് ചെയ്തത്. ഡിവിഷൻ ബെഞ്ച് വിശദമായിട്ടുള്ള വാദം കേട്ട് കുറ്റപത്രം റദ്ദാക്കിയത് റിവൈവ് ചെയ്തു, പുനഃസ്ഥാപിച്ചു. ആ കുറ്റപത്രം നിലനിൽക്കും, അത് അങ്ങനെ റദ്ദാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. CBI നടത്തുന്ന ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് സപ്ലിമെന്ററി കുറ്റപത്രമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ലോക്കൽ പോലീസ് നടത്തിയ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ നീക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ സൂചിപ്പിക്കാം, 14 പ്രതികൾക്കെതിരായിട്ടാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കൊടുത്തത്. CBI അന്വേഷണം പൂർത്തീകരിച്ച് 10 പേരെ കൂടി കൂട്ടിച്ചേർത്തു 24 പ്രതികളായി. ആ 24 പേരിൽ CBI കണ്ടെത്തിയ 10 പേരിൽ 6 പേരെ ഇന്ന് CBI കോടതി വെറുതെ വിട്ടു. 3 പേരെ 225 വകുപ്പ് പ്രകാരം ഏറ്റവും ചെറിയ ശിക്ഷയ്ക്കാണ് ഇന്ന് ശിക്ഷിച്ചത്. അവർക്ക് ജാമ്യവും കൊടുത്തു. ആകെ ഒരാളെ മാത്രമാണ് ഇതിൽ മറ്റു പ്രതികൾക്ക് കൊടുത്തതുപോലെ ഒരു 302 കുറ്റം ഫൈൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഒരൊറ്റ ഫോൺ കോളിന്റെ ബാധകം, ഒരു ഫോൺ കോളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വന്ന കോള് തിരിച്ചു വിളിച്ചു എന്നതാണ്. നമുക്കത് ജഡ്ജ്മെന്റ് വായിച്ചാൽ മനസ്സിലാക്കും. ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി പൂർത്തീകരിച്ചു കൊടുത്ത കുറ്റപത്രത്തിലെ അതിലെ 8 പ്രതികൾ, 1 മുതൽ 8 വരെയുള്ള പ്രതികളെയാണ് ഇന്ന് 302 ഫൈൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. കുറ്റക്കാരാണെന്ന് കണ്ടത്. ബാക്കി എല്ലാവരും അനുബന്ധമായിട്ടുള്ളവരാണ്. ഞാൻ സൂചിപ്പിച്ചത്, കഴിഞ്ഞ 5 കൊല്ലമായി ഇവിടെ നടന്ന ലോക്കൽ പോലീസ് തന്നെ, ക്രൈംബ്രാഞ്ച് തന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിച്ചു. ഇപ്പോൾ ഒരു സഹോദരി പറയുന്നത് കേട്ടു, ഇരകൾക്കൊപ്പമല്ല ഗവൺമെന്റ് നിന്നത്, എല്ലാം വേട്ടക്കാരനൊപ്പമാണ് എന്ന രൂപത്തിലുള്ള കോൺഗ്രസിന്റെ ഒരു സ്ഥിരം പ്രചരണം എല്ലാവരും ഏറ്റെടുക്കുന്നതാണ് നാം കണ്ടത്. ആ ഘട്ടത്തിൽ തന്നെ CPM ഇതിനെ തള്ളി പറഞ്ഞിരുന്നു. ഗവൺമെന്റ് ശക്തമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. 2 പേർ മരണപ്പെട്ട ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഒരിക്കലും ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി മാതൃകാപരമായി പ്രതികളെ അറസ്റ്റ് ചെയ്യണം, കുറ്റപത്രം സമയബന്ധിതമായിട്ട് കൊടുക്കണം, പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കണം, ഏറ്റവും പെട്ടെന്ന് തന്നെ ട്രയൽ ആരംഭിക്കണം എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ആ നിലപാടിന് കിട്ടിയ ഒരു അംഗീകാരമായി തന്നെയാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം, ഈ സംഭവം നടക്കുന്നതിന് 1.5 മാസം മുമ്പ് ഇതിൽ മരണപ്പെട്ടവർ 1-ാം പ്രതിയായും 9-ാം പ്രതിയായും ഒരു കൊലപാതക ശ്രമ കേസ് ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് ആശുപത്രിവാസം കഴിഞ്ഞ് തിരിച്ചു വന്നവർ, അവർ നടത്തിയ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതികരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. അതിനെ CPMന്റെ ഉന്നത നേതൃത്വം വലിയ ഗൂഢാലോചന നടത്തി അതിന്റെ ഭാഗമായിട്ട് നടന്ന സംഭവങ്ങൾ എന്ന രൂപത്തിൽ ചിത്രീകരിക്കാനും ഏത് ലെവൽ വരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.